നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെട്ടിട നിർമ്മാണ അനുമതിയിലെ നിബന്ധനകൾ ലഘൂകരിക്കണമെന്ന് ലെൻസ്ഫെഡ് ആവശ്യം. ഇന്ന് നടന്ന ജില്ലാ കൺവെൻഷനിൽ ഒറ്റത്തവണ നികുതിക്ക് സാവകാശം അനുവദിക്കണമെന്നും ഭാരവാഹികൾ. നഗരവസന്തമൊരുക്കി കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റിന് തുടക്കം. കളക്ട്രേറ്റ് മൈതാനിയിൽ മേള സംഘടിപ്പിച്ചത് ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. പ്രദർശന വിപണന മേളയിൽ കർഷകർ ഉത്പാദിപ്പിച്ചതും വാണിജ്യ പൂകൃഷിക്ക് ഉതകുന്നതുമായ ചെടികൾ. കേരള സയൻസ് ലാം 24 കണ്ണൂരിൽ 30-ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടക്കുന്ന 4ാം എഡിഷൻ. പരിപാടിയിൽ ശാസ്ത്രജ്ഞർക്കും പൊതുജനങ്ങൾക്കും നേരിട്ട് സംവദിക്കാൻ അവസരം. സ്ലാമിൽ 20 ഗവേഷകർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കെ-സ്മാർട്ടും കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കും ലൈസൻസുകൾക്കുമുള്ള ബുദ്ധിമുട്ടുകൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്നും കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒറ്റത്തവണ നിധിക്ക് സാവകാശം അനുവദിക്കണമെന്നും ലെൻസ്ഫെഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ കെ വി സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെയെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങളുണ്ട് എന്നാണ് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. തീർച്ചയായിട്ടും സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഈ നമ്മുടെ ടാക്സ് ഇപ്പോ നിർമ്മാണ ക്ഷേമനിധിക്ക് വേണ്ടി ഈടാക്കുന്ന ടാക്സ് പലപ്പോഴും പലരെയും സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒറ്റയടിക്ക് അത് നൽകേണ്ടി വരുന്നത് അതൊരു ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലാക്കിയാൽ നല്ലതാണ് എന്നെല്ലാമുള്ള അഭിപ്രായം അദ്ദേഹം പറയേണ്ടായി. ജില്ലാ പ്രസിഡന്റ് KV പ്രസീജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. LSGD ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ഉണ്ണികൃഷ്ണൻ സംസ്ഥാനതല റിപ്പോർട്ടും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മധുസൂദനൻ സംസ്ഥാന ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VC ജഗത് പ്യാരി ജില്ലാ റിപ്പോർട്ടും ട്രഷറർ പോള ചന്ദ്രൻ സാമ്പത്തിക റിപ്പോർട്ടും ബിനു ജോർജ് ജില്ലാതല ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിച്ചു. NN ജഗേഷ്, T രാജീവൻ, MP സുബ്രഹ്മണ്യൻ, C ശശിധരൻ, PV ഉണ്ണികൃഷ്ണൻ, K സജിത് കുമാർ, CK പ്രശാന്ത് കുമാർ, CM പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഹോമിയോ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷനുമായി സഹകരിച്ച് ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അർദ്ധദിന പരിശീലനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? യൂസർ ഫീ കൊടുക്കണം. ഇതാണ് അതിന്റെ ഒരു നിയമവശം എന്ന് പറയുന്നത്. ഈ യൂസർ ഫീ എവിടെ വന്നു വെച്ചാൽ 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് മാനേജ്മെന്റ് റൂൾസ് എന്ന് പറയുന്ന 2016 കേന്ദ്ര ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സുനിൽകുമാർ KM, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ എന്നിവർ സംസാരിച്ചു. ഹരിത പെരുമാറ്റച്ചട്ടം, ജൈവ അജൈവ മാലിന്യ സംസ്കരണം, നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ എന്നീ വിഷയങ്ങളിൽ ശുചിത്വ മിഷൻ റിസോഴ്സസ് പേഴ്സണുകളായ സുജന M മോഹനനി എന്നിവർ ക്ലാസ് എടുത്തു. പരിപാടിയിൽ ഡോക്ടർ ഷിബിൻ PP സ്വാഗതവും ജയശ്രീ MR നന്ദിയും രേഖപ്പെടുത്തി. കണ്ണൂരിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ നിയമ സംവിധാനത്തിൽ ഇടപെട്ട പോലീസുകാരനെതിരെ അച്ചടക്ക നടപടി. വകുപ്പ് തല അന്വേഷണത്തിനെ തുടർന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഡ്രൈവർ ജിതിൻ ശ്യാമിനെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മോചിപ്പിക്കാൻ അന്യായമായി ഇടപെട്ടു എന്നതാണ് കേസ്. ജിതിൻ ശ്യാമിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസ് സ്റ്റേഷൻ ഉപരോധ സമരത്തിനിടെ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അനുമതിയില്ലാതെ മോചിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയാണ് സ്ഥലം മാറ്റിയത്. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ ജിതിൻ ശ്യാമിനെയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 6-ന് യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് ബസ്സിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനായി സ്റ്റേഷനടുത്ത് ബസ് നിർത്തിയിട്ട സമയത്താണ് പോലീസ് വാഹനത്തിന്റെ ഡ്രൈവറായ അഴീക്കോട് സ്വദേശി ജിതിൻ ശ്യാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അഖിലിനെ മോചിപ്പിച്ച സംഭവം നടന്നത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് മാറ്റവേ കൂടെയുണ്ടായിരുന്ന മറ്റ് പോലീസുകാരോട് ഇയാൾക്ക് സംഘർഷത്തിൽ പങ്കില്ലെന്നും വിട്ടയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റ് പോലീസുകാരുടെ എതിർപ്പിനിടെ അഖിലിന് മോചിതനാവാൻ അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ മേലുദ്യോഗസ്ഥനെ വിവരം അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് ബസ്സിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു. തളിപ്പറമ്പിൽ വൻ കഞ്ചാവ് വേട്ട. 25 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പെരിങ്ങോം അടക്കാംപൊയിലിൽ കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് സഹിതമാണ് സുഭാഷ് MP പിടിയിലായത്. ഇയാൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു.
തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷിജിൽ കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പയ്യന്നൂർ താലൂക്കിൽ പെരിങ്ങോം മടക്കാംപൊയിലിൽ നിന്നും സുഭാഷ് EMV പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ഹോണ്ട CRV കാറിൽ പ്ലാറ്റ്ഫോമിന് അടിയിലായി നിർമ്മിച്ച രഹസ്യ അറയിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 25.07 കിലോഗ്രാം കഞ്ചാവ് സഹിതമാണ് അറസ്റ്റ്. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ കെ രാജേന്ദ്രൻ, ശ്രീനിവാസൻ PV, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് കൃഷ്ണൻ KK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീകാന്ത് TV, വിനോദ് K, സനീഷ് PV, സൂരജ് P, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അനിൽകുമാർ CV എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെട്ടിട നിർമ്മാണ അനുമതിയിലെ നിബന്ധനകൾ ലഘൂകരിക്കണമെന്ന് ലെൻസ്ഫെഡ്. ആവശ്യം ഇന്ന് നടന്ന ജില്ലാ കൺവെൻഷനിൽ. ഒറ്റത്തവണ നികുതിക്ക് സാവകാശം അനുവദിക്കണമെന്നും ഭാരവാഹികൾ. നഗരവസന്തമൊരുക്കി കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റിന് തുടക്കം. കളക്ടറേറ്റ് മൈതാനിയിൽ മേള സംഘടിപ്പിച്ചത് ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. പ്രദർശന വിപണന മേളയിൽ കർഷകർ ഉത്പാദിപ്പിച്ചതും വാണിജ്യ പൂകൃഷിക്ക് ഉതകുന്നതുമായ ചെടികൾ. കേരള സയൻസ് ലാം 24 കണ്ണൂരിൽ 30-ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടക്കുന്ന 4ാം എഡിഷൻ. പരിപാടിയിൽ ശാസ്ത്രജ്ഞർക്കും പൊതുജനങ്ങൾക്കും നേരിട്ട് സംവദിക്കാൻ അവസരം. സ്ലാമിൽ 20 ഗവേഷകർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂരിൽ പുഷ്പവസന്തമൊരുക്കി ഫ്ലവർ ഫെസ്റ്റിന് തുടക്കമായി. കണ്ണൂർ ഫ്ലവർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷന്റെ ജില്ലയിലെ പുഷ്പ കർഷകരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് 2024 പുഷ്പ ഫലപ്രദർശന വിപണനമേള ഒരുക്കിയത്. കളക്ടറേറ്റ് മൈതാനിയിൽ കളക്ടർ അരുൺ K. വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രദർശനത്തിന്റെ തുടർ ദിവസങ്ങളിൽ വിവിധ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും കലാപരിപാടികളും നടക്കും. KFFPUയിൽ 145 കർഷകർ അംഗങ്ങളായുണ്ട്. ഇവർ തന്നെ ഉൽപ്പാദിപ്പിച്ചതും വാണിജ്യ പൂകൃഷിക്ക് ഉതകുന്നതുമായ ചെടികളുടെ പ്രദർശനവും വിപണനവുമാണ് മേളയിലെ പ്രധാന ആകർഷണം. ഓർക്കിഡ് മ്യൂസിയം, ആന്തൂറിയം, ജറബറ, ഫെലിക്കോണിയ, അഡീനിയം, ബോഗൺവില്ല, ഫോളിയേജുകൾ, പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 2500 സ്ക്വയർ ഫീറ്റിൽ ഗാർഡൻ, വിവാഹ മണ്ഡപ പ്രദർശനം എന്നിവയും മേളയുടെ പ്രധാന ആകർഷണമാണ്. പൂക്കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾ ഉപയോഗിച്ചുള്ള പുഷ്പാലങ്കാരം, പൂന്തോട്ട നിർമ്മാണം തുടങ്ങിയവയിലൂടെ അംഗങ്ങൾക്ക് വരുമാനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളും KFFPUയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. കൃഷിഭവൻ തലത്തിൽ രൂപീകൃതമായ ഫിഗുകളുടെ ശാക്തീകരണമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റിനോടനുബന്ധിച്ച്
തുടർ ദിവസങ്ങളിൽ KFFPOയുടെ ലോഞ്ചിങ്ങും വിവിധ വിഷയങ്ങളിൽ സെമിനാറും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നവംബർ 28-ന് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. 29-ന് KFFPOയുടെ ഉദ്ഘാടനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. 30-ാം തീയതി നടക്കുന്ന വർക്ക്ഷോപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരിയും നിർവഹിക്കും. ഡിസംബർ 1-ന് നടക്കുന്ന സെമിനാർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഫ്ലവർ ഫെസ്റ്റിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വിവിധ ഏജൻസികളുടെ വാണിജ്യ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, ഫൺ പാർക്ക് എന്നിവയും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫ്ലവർ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മുഴുവനായും പുഷ്പ കർഷകർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓരോ ചെടിയുടെ വിലയും അതാത് ചെടിയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. പുഷ്പ കർഷകർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ചെടികൾ ആയതിനാൽ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജിക്കുന്നതുമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചെടികൾ വേഗത്തിൽ നശിക്കാനും സാധ്യത ഏറെയാണ്. മൈ ഭാരത്, നെഹ്റു യുവകേന്ദ്ര, കണ്ണൂർ എന്നിവയുടെ നേതൃത്വത്തിൽ സർ സയ്യിദ് കോളേജ്, ആംസ്റ്റഡ് കോളേജ്, സ്റ്റെംസ് കോളേജ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് എന്നീ NSS യൂണിറ്റുകളുടെ സഹകരണത്തോടുകൂടി ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി DSS ഡോക്ടർ TP നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ റഹീന KV അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഗണേഷ് ഗോപാൽ, TM മിഥുൻ രാജ് എന്നിവർ സംസാരിച്ചു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് MK രഞ്ജിത്ത് ക്ലാസ് കൈകാര്യം ചെയ്തു. പഥയാത്ര, ഭരണഘടന ആമുഖ വായന, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ വായ്പാ മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനവും മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് CDSനുള്ള മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും കാഞ്ഞിരോട് വിവേഴ്സ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാന വനിതാ വികസന ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വളരെ നന്നായിട്ട് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വനിതാ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ എത്തിക്കുന്നതിന് അത്യധികം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെമ്പറാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രകാശിനി. അപ്പോഴ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ഈ ബോർഡ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു CDSന് 1.5 കോടി രൂപയായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളിലേക്ക്, സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് കൂടുതൽ പണം എത്തിക്കേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഒരു CDSന് 3 കോടി രൂപ കൊടുക്കാൻ ആദ്യമേ തന്നെ തീരുമാനമെടുത്തത്. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഒക്കെ മുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ സ്ത്രീകളുടെ പ്രകാശം സൂചിപ്പിച്ചതുപോലെ അവര് സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് ഒക്കെ തന്നെ ഒരു വിരാമമിടാൻ സാധിക്കുകയുള്ളൂ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ 54 കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ 612 അംഗങ്ങൾക്കായി 3 കോടി രൂപയുടെ വായ്പയാണ് വിതരണം ചെയ്യുന്നത്. ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റ്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്, തയ്യൽ യൂണിറ്റ് ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് വായ്പ ഉപയോഗിച്ച് കുടുംബശ്രീ ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ KSWDC ബോർഡ് അംഗം VK പ്രകാശിനി സ്വാഗതം പറഞ്ഞു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSWDC മാനേജിംഗ് ഡയറക്ടർ VC ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. മുണ്ടേരി പഞ്ചായത്ത് മെമ്പർമാരായ CH അബ്ദുൽ നസീർ, C ലത, P ഗീത ടീച്ചർ, EK ചാന്ദിനി, മുഹമ്മദ് അലി, മേഖലാ മാനേജർ K ഫൈസൽ മുനീർ, KSWDC ജില്ലാ മോഡറേറ്റർ റെമി T, കാഞ്ഞിരോട് വീവേഴ്സ് സംഘം പ്രസിഡന്റ് പവിത്രൻ AV തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രജ്ഞരും പൊതുജനങ്ങളും തമ്മിൽ നേരിട്ട് സംവദിക്കാൻ വേദിയൊരുക്കാൻ കേരള സയൻസ് ലാം 24 4ാം എഡിഷൻ ഈ മാസം 30-ന് മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ 4 റീജിയണൽ സ്ലാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 4ാം എഡിഷൻ സ്ലാമാണ് മാങ്ങാട്ടുപറമ്പിൽ നടക്കുന്നത്. 30-ന് M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ കോളേജുകളിലൊക്കെ നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളിൽ ഓരോ വിഷയത്തിൻ്റെയും അനുബന്ധമായിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കേവലം വലിയ ഗവേഷണ പ്രബന്ധങ്ങളായി വലിയ അലമാരകളിൽ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഗവേഷണ പ്രബന്ധങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമാണ് വലിയ വിഷയങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ പരിഷത്ത് ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഗവേഷണ വിഷയങ്ങൾ
പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ് സയൻസ് സ്ലാം എന്നത്. ഒരു 10 മിനിറ്റ് നേരം തങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നു. ഏകദേശം സംസ്ഥാനത്ത് 4 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ സയൻസ് സ്ലാം നടക്കുന്നത്. ഈ മാസം 9-ാം തീയതി കുസാറ്റ് വെച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 1ാമത്തെ സയൻസ് സ്ലാം നടന്നു. 2ാമത്തേത് തിരുവനന്തപുരത്ത് നടന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിമൻസ് കോളേജിൽ നടന്നു. 3ാമത് കഴിഞ്ഞ ആഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വാമിനാഥൻ ചെയറിൽ വെച്ച് നടന്നു. 4ാമത്തെ സ്ലാമാണിത്. കണ്ണൂർ സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വകുപ്പുമായി സഹകരിച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത്. 20 ഗവേഷകർ സ്ലാമിൽ പ്രബന്ധം അവതരിപ്പിക്കും. ഗവേഷക വിദ്യാർത്ഥികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളുമായി 300-ൽ അധികം പേർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പരിഷത്ത് ഭാരവാഹികളായ എം ദിവാകരൻ, കെ വിനോദ് കുമാർ, കെ പി പ്രദീപ് കുമാർ, ഡോക്ടർ ടി കെ പ്രസാദ്, പി കെ സുധാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചിറക്കൽ പട്ടേൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പട്ടേൽ റോഡ് മാരാർജി വായനശാലയ്ക്ക് സമീപം ധർണാ സമരം സംഘടിപ്പിച്ചു. കെ ഗിരിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സജേഷ് പട്ടേൽ റോഡ് സ്വാഗതം പറഞ്ഞു. പ്രമോദ് കവണിശ്ശേരി, രാജൻ മൂവേരി, രജീന്ദ്രൻ പുഴാതി, ഷിജു വി വി, സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ധർണാ സമരം പ്രഖ്യാപിച്ചിട്ട് തലേ ദിവസത്താണ് ഇവിടെ അതിന്റെ പണി തുടങ്ങിയിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ നാട്ടുകാരെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സമരം പ്രഖ്യാപിച്ചിട്ടില്ലേ വിജയമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം 2 വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ ഈ റോഡിന്റെ താറിക നടത്തുന്നതിന് വേണ്ടിയോ പഞ്ചായത്ത് അധികാരികളെ സംസാരിക്കുകയോ അതിനുവേണ്ട നടപടികൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടുകാരെന്ന നിലയിൽ ഈ പ്രദേശത്തെ കൂടി നടന്നു പോകാൻ പോലും സാധിക്കാതെ, ഒരു മഴക്കാലം വന്നാൽ നടന്നു പോകാൻ പോലും സാധിക്കാതെ രീതിയിലുള്ള അവസ്ഥയാണ് പട്ടേൽ റോഡിലുള്ളത്. കൂടാളി തറ്റ്യോട്ട് നോർത്ത് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. മട്ടന്നൂർ MLA കെ ശൈലജ ടീച്ചർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 1925 മുതൽ എന്നുള്ളതാണ് അഭിമാനമുളവാക്കുന്ന വസ്തുത. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരാരും 1925 ജനിച്ചവരില്ല. അതിനുശേഷം ജനിച്ചവരായിരിക്കും എല്ലാവരും. ഏറെ ചെറുപ്പക്കാരാണ്, പുതിയ തലമുറയാണ്. എന്നാൽ 1925 വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ എല്ലാവരെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. 20കളിലും 30കളിലും ഒന്നും സാധാരണക്കാരുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ജാതി ശ്രേണി കൽപ്പിച്ചുകൊണ്ട് ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്കും നല്ല സമ്പത്തുള്ളവർക്കും മാത്രമേ അക്ഷരം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അത്തരമൊരു സമൂഹത്തിൽ ഗുരുതുല്യരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അവരുടെ സ്വന്തം പരിശ്രമത്താൽ അക്ഷരം പഠിക്കുകയും വായിക്കുകയും ഒരുപാട് അറിവുകൾ സമ്പാദിക്കുകയും ചെയ്തു. അവരിൽ ചിലരെല്ലാം സമൂഹത്തിലെ മേൽക്കോയ്മ സമ്പ്രദായത്തോട് വലിയ പോരാട്ടം നടത്തിയിട്ടാണ് ഗുരുക്കന്മാരായിട്ട് മാറിയത്. കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷത വഹിച്ചു. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി മനോഹരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കൂടാളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി ലക്ഷ്മണൻ, സ്കൂൾ മാനേജർ TM രാമകൃഷ്ണൻ നമ്പ്യാർ, ഹെഡ് മിസ്ട്രസ് N രാഗിണി, P വിജയൻ മാസ്റ്റർ, E സജീവൻ, P സുഷമ, CK അഭിനയ, K നഫീസത്തുൽ മിശ്രിയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ശതാബ്ദി ആഘോഷ ലോഗോ രൂപകൽപ്പന ചെയ്ത KV അജയകുമാർ മാസ്റ്റർക്ക് കൂടാളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ശ്രീകല ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് സ്കൂൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. UDF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ സംരക്ഷണ സായാഹ്ന സദസ്സ് നടത്തി. ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ചും ഭരണഘടന ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടത്തിയ സായാഹ്ന സദസ്സ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു.
ലോകത്തിന് തന്നെ മാതൃകയായി രൂപം നൽകിയ മഹാരഥന്മാർ, അവരെ നാം ഇപ്പോൾ ഓർക്കുകയാണ്. ലോകത്തിന്റെ നെറുകയിൽ ഈ രാഷ്ട്രത്തെ നിർത്തുവാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഭരണഘടന ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിലെ ഏറ്റവും വലുതാണ്, ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും സമ്പൂർണമാണ്. ആ ഭരണഘടനയുടെ കാവലിലാണ് ഇന്ത്യയിലെ ജനകോടികൾ ഈ കാലമത്രയും ജീവിച്ചു വരുന്നത്. ഇന്ത്യൻ മതേതര ജനാധിപത്യ സാംസ്കാരിക പൈതൃകം അത് ഈ ഭരണഘടനയുടെ വലിയ സംഭാവനയാണ്. ജാതിമത കക്ഷി ഭാഷ വേഷ ഭൂഷാദികൾക്ക് അതീതമായി എല്ലാ ഇന്ത്യക്കാരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കാനുള്ള സംസ്കാരം നമ്മെ പഠിപ്പിച്ചത് മഹത്തായ നമ്മുടെ ഭരണഘടനയാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KT സഹദുള്ള സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ER വിനോദ് ഭരണഘടനാ സംരക്ഷണ വിശദീകരണ പ്രഭാഷണം നടത്തി. UDF നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, CA അജീർ, M സതീഷ് കുമാർ, TV മോഹനൻ, ജെയിംസ് പനിയായക്കൽ, ഇല്ലിക്കൽ അഗസ്തി, VA നാരായണൻ, സജീവ് മാറോളി, TO മോഹനൻ, റിജിൽ മാക്കുറ്റി, VP വമ്പൻ, KP താഹിർ, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, MP മുഹമ്മദ് അലി, V സുരേന്ദ്രൻ മാസ്റ്റർ, V പുരുഷോത്തമൻ, MA കരീം, KC മുഹമ്മദ് ഫൈസൽ, ജോൺസൺ P ജോസഫ്, MP A റഹീം തുടങ്ങിയവർ പ്രസംഗിച്ചു. പങ്കെടുത്തവർ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചെയ്തു. മാർട്ടിൻ ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 2024 നവംബർ 26 ഭരണഘടന നിർമ്മാണ സഭാ സമിതി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷിക ദിനത്തിൽ AICC ആഹ്വാനപ്രകാരം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സിൽ വെച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഭരണഘടനയുടെ ആമുഖം വായിച്ച് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യക്കാരായി നിലനിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ കുടികൊള്ളുന്ന ഇന്ത്യ എന്ന ഭരണഘടനയുടെ ഇളക്കാൻ നടക്കുന്ന കാലത്തിലൂടെയാണ് രാജ്യമിന്ന് കടന്നുപോകുന്നത്. നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, VA നാരായണൻ, സജീവ് മാറോളി, TO മോഹനൻ, KC മുഹമ്മദ് ഫൈസൽ, VV പുരുഷോത്തമൻ, റിജുൽ മാക്കുറ്റി, VP അബ്ദുൾ റഷീദ്, റഷീദ് കവായി, ശ്രീജ മഠത്തിൽ, MP വേലായുധൻ, CT ഗിരിജ, T ജയകൃഷ്ണൻ, P മുഹമ്മദ് ഷമ്മാസ്, കണ്ടോത്ത് ഗോപി, സുരേന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ഷുഹൈബ്, കായ്ക്കൽ രാഹുൽ, കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പേപ്പട്ടി കടിച്ച് 13ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് വൈകുന്നേരം 4:30യോടെയാണ് റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരെയും ടിക്കറ്റ് കൗണ്ടറുകളിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരെയും പേപ്പട്ടി ഓടിച്ചു കടിച്ചത്. കടിയേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയേടി. ഭീകരത സൃഷ്ടിച്ച പേപ്പട്ടിയെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പിന്തുടർന്ന് തെരഞ്ഞുപോയപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തി. പേപ്പട്ടിയുടെ കടിയേറ്റവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും. ഇതിൽ 7 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ മുതൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെ തെരുവുനായ ആക്രമിച്ചിരുന്നു. വൈകിട്ടാണ് വ്യാപകമായ ഭീകരത അഴിച്ചുവിട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് യാത്രക്കാരനായ രഘുത്തമൻ പറഞ്ഞു. 3:30 വന്ദേ ഭാരതിന് പോകാൻ വന്ന് കുറേ യാത്രക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ ആദ്യം കടിച്ചു എടുത്ത് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ആൾക്കാരുണ്ട്. മൊത്തം 13 പേരുണ്ട്. 13-ലധികം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരണം. റെയിൽവേ അധികൃതർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ തെരുവ് നായകളെ റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയാൽ ഓടിച്ചു വിടാറുണ്ടെന്ന് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7105, പവന് 56,840 രൂപ, വെള്ളി 98 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കെട്ടിട നിർമ്മാണ അനുമതിയിലെ നിബന്ധനകൾ ലഘൂകരിക്കണമെന്ന് ലെൻസ്ഫെഡ് ആവശ്യം ഇന്ന് നടന്ന ജില്ലാ കൺവെൻഷനിൽ ഒറ്റത്തവണ നികുതിക്ക് സാവകാശം അനുവദിക്കണമെന്നും ഭാരവാഹികൾ. നഗരവസന്തമൊരുക്കി കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റിന് തുടക്കം. കളക്ട്രേറ്റ് മൈതാനിയിൽ മേള സംഘടിപ്പിച്ചത് ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. പ്രദർശന വിപണന മേളയിൽ കർഷകർ ഉത്പാദിപ്പിച്ചതും വാണിജ്യ പൂകൃഷിക്ക് ഉതകുന്നതുമായ ചെടികൾ. കേരള സയൻസ് ലാം 24 കണ്ണൂരിൽ 30-ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടക്കുന്ന 4ാം എഡിഷൻ. പരിപാടിയിൽ ശാസ്ത്രജ്ഞർക്കും പൊതുജനങ്ങൾക്കും നേരിട്ട് സംവദിക്കാൻ അവസരം. സ്ലാമിൽ 20 ഗവേഷകർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.